നമസ്കാരം. നമ്മളെല്ലാവരും ഈ സീരിയൽ കില്ലിംഗ് എന്നതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. സീരിയൽ കില്ലിംഗ് എന്ന് പറഞ്ഞാൽ പരമ്പരയായി കൊലപാതകം നടത്തുക എന്നുള്ളതാണ്. ഒരാളെ കൊല്ലുന്നു, അടുത്ത ആളെ കൊല്ലുന്നു, അപ്പോൾ ഒരു പരമ്പരയായി. അപ്പം ഈ സീരിയൽ കില്ലിംഗ് നടത്തുന്ന എല്ലാവർക്കും ഒരു മോഡസ് ഓപ്പറാൻഡി ഉണ്ടാവും. അതായത് അവർ ഒരു രീതിയിൽ തന്നെയായിരിക്കും ഈ കൊലപാതകങ്ങൾ നടത്തുന്നത്. അവർ ഓരോരുത്തർക്കും ഈ സീരിയൽ കില്ലിംഗ് നടത്തുന്ന ഒരു സൈക്കോളജിക്കൽ ഒരു പ്രശ്നമാണ്, അതൊരു മാനസിക പ്രശ്നമാണ്. ഈ കൊലപാതകം ചിലർക്ക് കാണുന്നതിലുള്ള ഒരു സന്തോഷമുണ്ടാകും, ചിലർക്ക് ആ കൊല്ലുക എന്ന് പറയുന്ന ഒരു പ്രവൃത്തിയിൽ ആ ഇരയുടെ ഒരു പിടച്ചിലൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമുണ്ടാകും. അങ്ങനെ പല കാരണങ്ങളാണ് പലപ്പോഴും ഈ സീരിയൽ കില്ലിങ്ങിലേക്ക് ആൾക്കാരെ എത്തിക്കുന്നത്. ഒരു സൈക്കോപാത്തായി മാറുന്ന ഒരു സാഹചര്യം. അങ്ങനെ അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന തരത്തിൽ അല്ലെങ്കിൽ അതിനെ കൂടുതൽ നമ്മളിലേക്ക് എത്തിക്കുന്ന തരം നിരവധി സിനിമകൾ നമ്മളുടെ മുന്നിലുണ്ട്. ഒരേ പാറ്റേൺ ആയിരിക്കും അതിന് ഈ പറയുന്ന ഒരു സീരിയൽ കില്ലർ പിന്തുടരുക എന്ന് പറഞ്ഞാൽ. പലപ്പോഴും ഇപ്പോൾ നമ്മൾ കാണുന്ന റിപ്പർ ചാക്കോ പോലെയുള്ള ആൾക്കാരൊക്കെ, റിപ്പർ ചന്ദ്രൻ, റിപ്പർ ചാക്കോ അങ്ങനെ തുടങ്ങിയ ആൾക്കാരുണ്ടല്ലോ, തലയ്ക്ക് കൂടം കൊണ്ട് അടിച്ചു കൊല്ലുക എന്നൊക്കെ പറയുന്ന ക്രൂരമായ രീതിയിൽ കൊലപ്പെടുത്തുക. അപ്പോൾ അതിൽ നിന്ന് അയാൾ അനുഭവിക്കുന്ന ഒരു ആനന്ദമാണ് അതിൻ്റെ ആകെത്തുകയായി വരുന്നത്, ഒരു സന്തോഷം. അതാണ് അതിൻ്റെ ആ കൊലപാതകങ്ങളുടെ ഒരു ആകെത്തുകയായി അയാൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഒട്ടും ഈ പറയുന്ന കുറ്റബോധമില്ലാതെ, പശ്ചാത്താപമില്ലാതെ അദ്ദേഹം ഈ നടപടി ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അത് ഓരോ തിരഞ്ഞെടുക്കുന്ന ഇരയുടെ കാര്യത്തിൽ പോലും ഈ സൈക്കോപാത്തുകൾക്ക്, ഈ സീരിയൽ കില്ലേഴ്സിന് അല്ലെങ്കിൽ ഈ കൊലപാതക പരമ്പര നടത്തുന്ന ഒരു കുറ്റവാളിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. എന്നാൽ പലപ്പോഴും പലർക്കും നല്ല പ്രായമായി കഴിയുമ്പോഴോ അല്ലെങ്കിൽ ഒരു 10, 25, 26, 18 വയസ്സ് മുതലോ ഒക്കെ ഈ ആളുകൾക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു മനോരോഗം പിടിപെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നുവെച്ചാൽ ഈ പറയുന്ന ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഏറ്റവും പ്രായം കുറഞ്ഞ സീരിയൽ കില്ലർ, ലോകത്തിലേക്ക് തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു സീരിയൽ കില്ലർ ഉള്ളത് നമ്മുടെ രാജ്യത്താണ്, ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ ബീഹാർ എന്ന് പറയുന്ന സ്ഥലത്ത്, ബീഹാർ എന്ന് പറയുന്ന നമ്മുടെ ബീഹാർ എന്ന് പറയുന്ന സംസ്ഥാനത്ത് മുഷഹരി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു സീരിയൽ കില്ലർ ഉണ്ടായിരുന്നത്. 98 ആ കുട്ടി ജനിക്കുന്നത്. അപ്പോൾ തന്നെ അറിയാം, 7 മുതൽ 8 വയസ്സ് വരെ പ്രായമുള്ള സമയത്താണ് ഈ കൊലപാതകങ്ങളെല്ലാം ഈ കുട്ടി നടത്തിയിട്ടുള്ളത്. ആ കുട്ടിയുടെ പേര് അമർജിത് സദ എന്നാണ്. അപ്പോൾ ഈ അമർജിത് സദയാണ് ഈ പറയുന്ന 2006, 2007 കാലഘട്ടത്തിൽ 3 കൊലപാതകങ്ങൾ നടത്തിയത് എന്ന് പറഞ്ഞാൽ നമുക്കാർക്കും വിശ്വസിക്കാൻ കഴിയില്ല. 98 ജനിച്ച ഒരു കുട്ടി 2006 2007 കാലഘട്ടത്തിൽ, ഒരു വർഷ കാലഘട്ടത്തിൽ 3 കൊലപാതകങ്ങൾ നടത്തി. വിശ്വസിക്കാൻ കഴിയുമോ? പക്ഷേ വിശ്വസിച്ചേ മതിയാകും. അതാണ് കാരണം ഈ കുട്ടി ജനിച്ചത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുഷഹരി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ, അവരുടെ അച്ഛനമ്മമാർ വലിയ കുടുംബമൊന്നും അല്ല, ഒരു സാധാരണ കുടുംബം. ഒരു അച്ഛനും അമ്മയൊക്കെ സാധാ കൂലിപ്പണിക്കൊക്കെ പോയി ജീവിക്കുന്ന ഒരു സാധാരണ കുടുംബത്തിലാണ് ഈ അമർജിത് സദ ജനിക്കുന്നത്. ഇപ്പോൾ ഇവരോട് അനുബന്ധിച്ച് അപ്പുറവും ഇപ്പുറമൊക്കെ ആയിട്ട് ഇവരുടെ ബന്ധുക്കളൊക്കെ ഉണ്ട്, ചില നാട്ടുകാരുണ്ട്, അയൽക്കാരുണ്ട്. ഇവരെല്ലാം ആ ചുറ്റുവട്ടത്തൊക്കെ താമസിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പം വലിയ വ്യത്യാസമൊന്നുമില്ല, ഈ കുട്ടിയുടെ സ്വഭാവത്തിലൊന്നും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. അച്ഛനോടും അമ്മയോടുമൊക്കെ കളിപ്പാട്ടങ്ങൾക്ക് വേണ്ടി വാശി പിടിക്കുന്നുണ്ട്, കളിപ്പാട്ടങ്ങൾ ഉപയോഗിച്ച് കളിക്കുന്നുണ്ട്, അതോടൊപ്പം പുറത്തേക്ക് പോകുന്നുണ്ട്, ക്ലാസ്സുകൾ പഠിക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് യാതൊരു മാറ്റവും അല്ലെങ്കിൽ ഈ കുട്ടിയിൽ കാണാനില്ല, പ്രകടമായി ഒന്നും കാണാനൊന്നുമില്ല. സാധാ കുട്ടികൾ ചെയ്യുന്ന പോലെ തന്നെയുള്ള ഒരു 7 വയസ്സുകാരൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുമോ അത് തന്നെ അമർജിത് സദയും ചെയ്തു പോകുന്നു. പഠിക്കാൻ പോകുന്നു, കുരുത്തക്കേടുകൾ കാണിക്കുന്നുണ്ട്. വഴക്ക് പറയുമ്പോൾ ആ കുരുത്തക്കേടൊക്കെ ആ കുട്ടി മാറ്റി വയ്ക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഇതിനിടയിലാണ് എല്ലാവർക്കും കൂടി ഒരു ദിവസം പുറത്തേക്ക് പോകേണ്ട ഒരു ആവശ്യം വന്നു. ആ തൊട്ടടുത്ത് അയൽപക്കത്ത് താമസിക്കുന്നത് ഈ പറയുന്ന അമർജിത് സദയുടെ അച്ഛൻ്റെ അനുജൻ, അതായത് ചെറിയച്ഛൻ്റെ ഭാര്യയും കുഞ്ഞുമൊക്കെ ഉണ്ട്. അപ്പം ഇളയമ്മ എന്ന് പറയാം, ഇളയമ്മയുടെ മകളും ഉണ്ട്. ഇളയമ്മയ്ക്ക് അന്ന് തീരെ ചെറിയൊരു കുഞ്ഞാണുള്ളത്. അപ്പം ആ തീരെ ചെറിയ കുഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 6 മാസം പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ് ഈ പറയുന്ന ഇളയമ്മയ്ക്കുള്ളത്. അപ്പോൾ ഈ ഇളയമ്മ വന്നു കുഞ്ഞിനെ ഈ വീട്ടിൽ കിടത്തിയിട്ട് പറഞ്ഞു, നോക്കിക്കോണേ. അപ്പം വേറെ സ്വഭാവ ദൂഷ്യങ്ങളോ വേറെ പ്രശ്നങ്ങളോ ഒന്നും ഇല്ല. സ്വന്തം സഹോദരിയായ 6 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെ അമർജിത് സദയുടെ അടുത്ത് കിടത്തിയിട്ട് പോകുന്നു. അങ്ങനെ പോയി അവർ തിരിച്ചു വരുമ്പോൾ, അവർ പോയി കാര്യമെല്ലാം കഴിഞ്ഞു, അവർ തിരിച്ചു വന്നിട്ട് ചോദിക്കുന്നു, കുഞ്ഞിനെ കാണുന്നില്ല. അപ്പോൾ ഇവനാണെങ്കിൽ പുറത്തിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്, അമർജിത് സദ. അപ്പോൾ ഈ വീട്ടുകാർ വന്ന് നോക്കുമ്പോൾ കുട്ടീനെ കാണുന്നില്ല, 6 മാസം പ്രായമുള്ള കുഞ്ഞല്ലേ. ഇവർ ആ വീടിന് ചുറ്റുവട്ടത്തെല്ലാം നോക്കുകയാണ്. എന്നിട്ട് ചോദിക്കും, എടാ കുഞ്ഞിനെ കണ്ടോ? ഇവൻ ആദ്യം ഒന്നും പറഞ്ഞില്ല. എന്നിട്ട് വീണ്ടും ഇവർ ഈ വീടിൻ്റെ പരിസരത്തെല്ലാം നോക്കുന്നു, അയൽപക്കത്തൊക്കെ അന്വേഷിക്കുന്നു, അവിടെ ഇവിടെ എല്ലാം അന്വേഷിക്കുകയാണ്. ഇവർക്ക് കഴിയാവുന്നിടത്തോളം ഈ കുട്ടിയെ തിരഞ്ഞുകൊണ്ടേയിരിക്കുന്നു.
അപ്പോൾ ചോദിച്ചു, ഇവൻ വീണ്ടും ഇവനെടുക്ക് വന്നിട്ട്, അമർജിത്ത് നീ കണ്ടോ, കുഞ്ഞിനെ കണ്ടോ, എവിടെയാണ്? അപ്പോൾ പറയും വാ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ഉത്സാഹത്തോടെ ചിരിച്ചുകൊണ്ട് അമർജിത്ത് സദ ഇവരെയും കൂട്ടി ഓടുകയാണ്. ഇവർ പിന്നാലെ പോകുന്നു, ഈ അമർജിത്ത് സദയുടെ പിന്നാലെ പോവുകയാണ്. ഇവൻ നേരെ ഓടി അവിടെ ഈ സാധാരണ ഈ ബീഹാറിലുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചില കൃഷിപ്പണിയൊക്കെ നടത്തുന്ന ചെറിയ ചെറിയ പാടങ്ങളുണ്ട്, ഇപ്പോൾ ചില വലിയ പാടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവൻ ഈ പറയുന്ന ബന്ധുക്കളെയും വിളിച്ചുകൊണ്ട്, ഇവൻ്റെ അച്ഛനെയും അമ്മയും ഒക്കെ വിളിച്ചുകൊണ്ട് നേരെ ഇവൻ ഈ പാടത്തേക്ക് ഓടുകയാണ്. ഓടിച്ചെന്നിട്ട് ഇവൻ ഒരു വരമ്പിൻ്റെ അവിടെ കുനിഞ്ഞിരിക്കുകയാണ്. കുനിഞ്ഞിട്ട് അവിടെ മണ്ണ് കൂന കൂട്ടിയിട്ടിട്ടുണ്ട്. ഇപ്പം പതിയെ കൈകൊണ്ട് ഈ മൺകൂന മാറ്റാൻ തുടങ്ങി, ഈ മണ്ണ് ഇങ്ങനെ വാരി മാറ്റാൻ തുടങ്ങി. അങ്ങനെ വാരി മാറ്റി ആ മണ്ണ് മാറ്റി കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞ്, അതായത് ഈ ഇളയമ്മയുടെ 6 മാസം പ്രായമായ ആ കുഞ്ഞ്, സത്യത്തിൽ എല്ലാവരും ഞെട്ടിപ്പോകുന്നൊരു കാഴ്ച കേട്ടോ. ആ കുഞ്ഞ് മണ്ണിൽ മൂടിക്കിടക്കുന്നതാണ് കാണുന്നത്. മണ്ണിൽ മൂടി കിടക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ സ്വാഭാവികമായും ആ കുഞ്ഞ് മരിച്ചിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം അവർ സൂക്ഷിച്ച് നോക്കിയപ്പോൾ ആ കുഞ്ഞിൻ്റെ മുഖമാകെ രക്തത്തിൽ കുളിച്ചിരിക്കുന്നു. നെറ്റിയിൽ വലിയൊരു മുറിവ് ഇങ്ങനെ പെട്ടിട്ടുണ്ട്. തല ഇങ്ങനെ പൊട്ടിച്ചെതറിയ പോലെ ഉള്ളൊരു തോന്നൽ. അവർ പെട്ടെന്ന് തന്നെ അത് മാന്തി ആ കുഞ്ഞിനെ പുറത്തേക്കെടുത്ത് കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് അവർക്ക് മനസ്സിലായത് കുഞ്ഞ് മരിച്ചു. 6 മാസം പ്രായമുള്ള ഒരു പിഞ്ചു കുഞ്ഞ് മരിച്ച നിലയിൽ ആ വരമ്പത്ത് നിന്ന് കിട്ടുന്നു. തലയിൽ ആഴത്തിലുള്ള എന്തോ ഭാരമുള്ള വസ്തു കൊണ്ട് അടിച്ച് പൊട്ടിച്ചിരിക്കുന്നു. രക്തത്തിൽ കുളിച്ചിരിക്കുകയാണ് ആ പിഞ്ചു കുഞ്ഞ്. അപ്പം ചോദിച്ചു, ഇതാരാണ് ചെയ്തത്, ഇതെങ്ങനെയാണ് സംഭവിച്ചത്? ഞാനാണ് ചെയ്തത്. അമർജിത്ത് സദ ഒട്ടും ഇതില്ലാതെ ചെയ്തു. നീ എന്തിനാടാ ഇങ്ങനെ ചെയ്തത്? സ്വാഭാവികമായി നിന്റെ സഹോദരിയല്ലേ, നീ എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? നല്ല രസമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. എന്ത് രസം? അതായത് ഇവൻ കുഞ്ഞ് അവിടെ കിടക്കുന്ന സമയത്ത് അമർജിത്ത് പോയിട്ട് ഈ കുഞ്ഞിനെ പതുക്കെ ഉപദ്രവിക്കും. അപ്പോൾ ഉപദ്രവിക്കുമ്പോൾ ഈ കുഞ്ഞ് കരയും, ഭയങ്കരമായിട്ട് കരയും. ഈ കരയുന്നത് കാണുന്നത് അമർജിത്തിനൊരു എന്താ പറയുക, ഒരു ഇഷ്ടമായി തുടങ്ങി. ഇപ്പോൾ വേദനിപ്പിക്കുമ്പോൾ ആ കുട്ടി ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കും. ആ കരച്ചിൽ കാണുമ്പോൾ അവൻ്റെ ഉള്ളിൽ തോന്നുന്ന ഒരു സന്തോഷം, ഒരു സുഖമൊക്കെ ഇവന് തോന്നി തുടങ്ങി. വീണ്ടും വീണ്ടും അതുകൊണ്ട് ഇങ്ങനെ നുള്ളി നോവിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഏറ്റവും ഒടുവിൽ ഇവൻ ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയി പുറത്ത് കൊണ്ടുപോയി ഈ വരമ്പത്ത് കൊണ്ടുവച്ച് ഈ കുഞ്ഞിൻ്റെ മുഖം അമർത്തിപ്പിടിക്കുന്നു. വായും മൂക്കും കൂടി ചേർത്ത് അമർത്തിപ്പിടിച്ച് ശ്വാസം മുട്ടി ഈ 6 മാസം പ്രായമുള്ള കുഞ്ഞും മരണപ്പെടുകയാണ്. അങ്ങനെ അവൻ ആദ്യം 2006 ആ ഒരു കൊലപാതകം നടത്തുന്നു. അതിനുശേഷം ഒരു കല്ലുപയോഗിച്ച് ഈ പിഞ്ചു കുഞ്ഞിൻ്റെ തല അടിച്ച് പൊട്ടിച്ചു. അതാണ് മുഖമെല്ലാം ചോരയിൽ കുളിച്ചിരുന്നത്. അങ്ങനെ കൊന്ന് കുഴിച്ച് മൂടുന്ന ഒരു ശീലം ഈ കുട്ടിക്ക് തുടങ്ങി. ആദ്യമായി നടത്തുന്ന കൊലപാതകം. നമുക്ക് പിന്നീട് ഇത് വീട്ടുകാർ പുറത്തറിയാതിരിക്കാൻ ശ്രമിച്ചു. കാര്യം സ്വന്തം മകനാണ്. ഈ മകൻ്റെ കാര്യങ്ങളിൽ തന്നെയല്ല, ഇവരുടെ അമ്മ ഗർഭിണിയാണ്. അതായത് അമർജിത്ത് സദയുടെ അമ്മ ഗർഭിണി കൂടിയാണ്. അപ്പം ഇവനെ പുറത്തേക്ക് എത്തിക്കുന്നതിനെക്കുറിച്ചോ പിന്നീട് പോലീസിനെ അറിയിക്കുന്നതിനെക്കുറിച്ചോ ആ കുട്ടിയെ കണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരോ എടുത്തുകൊണ്ട് പോയി എന്നുള്ള നിലയിലേക്ക് ആ കേസുകളൊക്കെ, അല്ലെങ്കിൽ ആ ഒരു സംഭവമേ അവിടെ അങ്ങ് അവസാനിച്ചു. പിന്നീട് ഇവനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ലക്ഷ്യം. കാര്യം ഇങ്ങനെ ഒരു കൊലപാതകം നടത്തി, ഈ പറയുന്ന ഈ പ്രായമുള്ള ഒരു കുട്ടി 7ാമത്തെ വയസ്സിലൊരു കൊലപാതകം നടത്തി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ആളുകൾ എന്താ ചിന്തിക്കുക എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഊഹിക്കാമല്ലോ. അവന് ചിലപ്പോൾ ബീഹാറിൻ്റെ അന്നത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് ചിലപ്പോൾ ഇവനെ കല്ലെറിഞ്ഞ് ഓടിക്കാനും നാട്ടുകാർ ഇവനെ കൂട്ടം കൂടി ഇവനെ മർദ്ദിക്കാനും ഒക്കെ സാഹചര്യമുണ്ട്. പോലീസ് ഒരുപക്ഷെ പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ പോലീസ് പിന്നെ ഇവനെ തിരികെ വിട്ടു തന്നില്ല എന്നൊക്കെ പറയുന്ന സ്വാഭാവികമായ ഒരു കർഷക കുടുംബത്തിൽ അച്ഛനും അമ്മയ്ക്കും ഉണ്ടാകാവുന്ന എല്ലാ പ്രശ്നങ്ങളും ചിന്തകളും ഈ വീട്ടുകാർക്കും ഉണ്ടായി. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നുവല്ലോ, ഈ കുട്ടിയുടെ അമ്മ പ്രഗ്നൻ്റ് ആണ്. അത് സ്വാഭാവികമായിട്ടും അത് പ്രഗ്നൻ്റ് ആയിരുന്നു, അത് പ്രസവിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു പെൺകുഞ്ഞു കൂടി, ഒരു അനുജത്തി കൂടി അമർജിത്ത് സദയ്ക്ക് ഉണ്ടായി. എങ്കിലും പഴയ സംഭവങ്ങളൊക്കെ മറന്നു. 8 മാസം കഴിഞ്ഞിട്ടാണല്ലോ, അത് അവൻ്റെ ഒരു കയ്യബദ്ധം, അവനെന്തോ സംഭവിച്ചു എന്നുള്ളത് മാത്രം ആയിട്ട് അവരുടെ വീട്ടുകാർ കരുതി. അപ്പോൾ വലിയ സ്നേഹത്തോടു കൂടി ഇളയ പെൺകുഞ്ഞിനെ ഇവർ കാര്യമായി വളർത്തിക്കൊണ്ടിരിക്കുന്നു. വലിയ സ്നേഹത്തോടു കൂടി തന്നെ വളർത്തുന്നു. അവനും വലിയ കുഴപ്പമൊന്നുമില്ല. അതിനെയും ഈ പറയുന്ന അമർജിത്തിനോടൊപ്പം കളിക്കാൻ വിടുന്നു. അവൻ ഇതൊക്കെ ചെയ്ത് ഇങ്ങനെ അവർ ചേട്ടനും അനുജത്തിയും എന്ന് പറയുന്ന ഒരു സ്നേഹത്തോടു കൂടി തന്നെ അവർ മുന്നോട്ട് പോകുന്നതൊക്കെ കണ്ട് കണ്ണിറഞ്ഞിരിക്കുകയാണ് ഇവരൊക്കെ. ആ ഇടയ്ക്കാണ് ഇവർക്കൊന്ന് പുറത്തേക്ക് പോകേണ്ട ഒരു സാഹചര്യമുണ്ട്. അച്ഛനും അമ്മയ്ക്കും കൂടി പുറത്തേക്ക് പോകേണ്ട ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ അമർജിത്തിനോട് പറഞ്ഞു, മോനെ നീ ഈ കുഞ്ഞിനെ ഒന്ന് നോക്കിക്കോണേ, ഞങ്ങൾ പുറത്ത് വരെ പോയിട്ട് വരാം എന്ന് പറയുന്നു. അങ്ങനെ ഇവർ പുറത്തേക്ക് പോകുന്നു. ഇവർ പുറത്തേക്ക് പോയി ഇവർ വീണ്ടും ഇതുപോലെ അവർ തിരിച്ചെത്തി.
വൈകുന്നേരം ഇപ്പോൾ അവരുടെ കാര്യങ്ങളെല്ലാം വാങ്ങി ഇവർ തിരിച്ചെത്തി കഴിയുമ്പോഴും ഇവൻ മുറ്റത്തിരുന്ന് കളിക്കുകയാണ്. മുറ്റത്തിരുന്ന് കളിക്കുന്നു. ഇവൻ്റെ എന്തോ ബിസ്ക്കറ്റോ ഒക്കെ വാങ്ങിയിട്ടാണ് ഇവരകത്തേക്ക് വരുന്നത്. അപ്പോൾ ഇവരുടെ കയ്യിൽ നിന്ന് ബിസ്ക്കറ്റ് വാങ്ങി കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനിടയിൽ ഇവർ വീണ്ടും അകത്തേക്ക് കയറി നോക്കുമ്പോൾ ആ കുഞ്ഞിനെ കിടത്തിയെടുത്ത് ആ കുഞ്ഞിനെ കാണുന്നില്ല. അപ്പോൾ അവർക്ക് എന്തോ സംശയം. അവരാകപ്പാടെ നിലവിളിക്കുന്നൊരു അവസ്ഥയിലേക്ക് എത്തി. കാരണം ഇവരുടെ മുന്നിൽ നേരത്തെ ഒരു അനുഭവമുണ്ട്. അതായത് സ്വന്തം ഇളയമ്മയുടെ കുഞ്ഞിനെ ഇതുപോലെ തന്നെയാണ് ഈ അമർജിത് സദ എന്ന് പറയുന്ന ഈ കുട്ടി കൊലപ്പെടുത്തിയത്. അപ്പോൾ അങ്ങനെയൊരു സംശയം ഈ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഉണ്ടായി. അവരിവനോട് ചോദിച്ചു. ഇവൻ വീണ്ടും അത് തന്നെ പറഞ്ഞു. അതായത് സ്വന്തം സഹോദരിയെ പോലും ഇവൻ ഈ രീതിയിൽ കൊലപ്പെടുത്തി ഒടുവിൽ കുഴിച്ചിട്ടിരിക്കുന്നു. അങ്ങനെ ജീവിതത്തിൽ രണ്ടാമത്തെ കൊലപാതകവും എടുത്തിരിക്കുന്നു. അതും ഒരേ പാറ്റേണിൽ. അതായത് നേരത്തെ ആ കുഞ്ഞിനെ എങ്ങനെയാണോ കൊലപ്പെടുത്തിയത് അതുപോലെ ശ്വാസം മുട്ടിച്ച് കൊന്ന് എന്തോ കല്ലുകൊണ്ട് തലയ്ക്ക് അടിച്ച് പൊട്ടിച്ചു. ഇതാണ് അമർജിത് സാദയുടെ രണ്ടാമത്തെ കൊലപാതകം. അപ്പോൾ 7 വയസ്സ് കഴിയുന്നു. അങ്ങനെ ഈ കുട്ടി വീണ്ടും ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പോഴും ഇത് പുറത്തേക്ക് വന്നില്ല. പക്ഷേ അമ്മ മാനസികമായി ആകെ തകർന്നു കഴിഞ്ഞിരുന്നു. കാര്യം തൻ്റെ ഇളയ മകൾ ആറ്റുനോറ്റ് ഗർഭിണിയായി പ്രസവിച്ചു വന്ന ആ കുഞ്ഞിനെ കണ്ട് കൊതി തീരും മുമ്പ് തന്നെ സ്വന്തം മകൻ തന്നെ, അതും പ്രായമെത്താത്ത സ്വന്തം മകൻ തന്നെ കൊലപ്പെടുത്തുന്നു. അത് ഏതൊരു അമ്മയ്ക്കും ഉണ്ടാകുന്ന ഒരു ഷോക്ക് വളരെ വലുതാണ്. ഒരുപാട് ഉപദ്രവിച്ചു അമർജിത്തിനെ, ഒരുപാട് ഉപദ്രവിച്ചു. കാര്യം അവർക്ക് ദേഷ്യം തീരുന്നവരെ സ്വന്തം കുഞ്ഞിനെ കൊന്നിട്ട് നിൽക്കുന്ന ഒരു കൊലപാതകിയായിട്ട് തന്നെയാണ് അമർജിത്തിനെ അവർ കാണുന്നത്. അവർ നിരന്തരം ഒരുപാട് ഉപദ്രവിച്ചു, അടിച്ചും നീ എന്താടായി കാണിച്ചതെന്ന് ചോദിച്ചിട്ട് ഭയങ്കരമായിട്ട് അവനെ ഉപദ്രവിച്ചതിന് ശേഷം പിന്നീട് അവർക്ക് തന്നെ മനസ്സിലായി ഇനി ഒരു കുഞ്ഞ് പോയി, ഇനി ഇവനെയും കൂടെ എങ്ങനെയാണ്. അതുകൊണ്ട് അവർ അപ്പോഴും ആ ഒരു കേസിലും അവർ പോലീസിനെ വിവരം അറിയിച്ചിരുന്നില്ല. പിന്നീട് നാളുകൾ കടന്നുപോയി. അങ്ങനെ ഒരു വീട്ടിനുള്ളിലേക്ക് അതിക്രമിച്ച് കയറി ഖുഷ്ബു എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ വീണ്ടും 6 മാസമുള്ള പ്രായമുള്ള ഒരു പെൺകുട്ടി ഇവൻ കവർന്നെടുത്തു. ഇവനെടുത്ത് ഓടി. ഇവനെ ആ കുട്ടിയെയും എടുത്തുകൊണ്ട്, അത് സ്വാഭാവികമായും സ്വന്തം വീട്ടിലെയല്ല, ഈസി ആക്സസിബിലിറ്റി ഇല്ല. അവൻ മറ്റൊരു വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി അവിടെ കിടന്നുറങ്ങിയ ഒരു കുട്ടിയെയും എടുത്തുകൊണ്ട് അവൻ പുറത്തേക്ക് ഓടുകയാണ്. ആ കുട്ടിയെ ഇവൻ ഇതുപോലെ തന്നെ തലയടിച്ച് പൊട്ടിച്ചു കൊലപ്പെടുത്തി കുഴിച്ചിട്ടു. ഇത് നാട്ടുകാരിൽ ചിലർ കണ്ടതോടെയാണ് പ്രശ്നം കയ്യിൽ നിന്ന് പോകുന്നത്. അങ്ങനെ നാട്ടുകാരെല്ലാം ഇവനെ അവിടെ പിടിച്ചു നിർത്തി. ഇവനോട് നിരന്തരം ചോദ്യം ചെയ്തു, ആരാണ്, എന്താണ്. അപ്പോൾ ചോദ്യം ചെയ്തപ്പോൾ കൂസലില്ലാതെ പറഞ്ഞു കഴിഞ്ഞു, ഞാൻ കൊന്നതാണ് എന്നുള്ള കാര്യം. എനിക്കത് കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്, ഒരു രസമുണ്ട്. അങ്ങനെ പോലീസ് വന്നതിന് ശേഷം പോലീസ് ഇവനെ കൊണ്ടുപോവാണ്. 8 വയസ്സ് മാത്രം പ്രായമുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ സീരിയൽ കില്ലറുമായി ഇവർ പോവാണ്. അങ്ങനെ പോലീസ് അവിടെ സ്റ്റേഷനിൽ കൊണ്ടിരുത്തിയ സമയത്ത് പോലീസ് ചോദിച്ചു, നീ എന്തിനാണ് ഇതിങ്ങനെയൊക്കെ ചെയ്യുന്നത്? എനിക്കൊരു രസമുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ എനിക്കൊരു സുഖത്തിന് വേണ്ടിയാണ് ഞാനിതൊക്കെ ചെയ്യുന്നത് എന്നാണ് ഈ പറയുന്ന അമർജിത് സദ എന്ന് പറയുന്ന 8 വയസ്സുകാരൻ പറയുന്നത്. അവൻ വല്ലാതെ വിശന്നിട്ടുണ്ടായിരുന്നു. അവൻ പറഞ്ഞു, എനിക്കിനി ബിസ്ക്കറ്റ് വേണം. പോലീസുകാർ ഒരു ബിസ്ക്കറ്റ് വാങ്ങി ഇവനെ കൊണ്ട് കൊടുക്കുകയാണ്. ഇവനൊരു കസേരയിൽ ഇരുന്നിട്ട് കാലിങ്ങനെ ആട്ടി അവിടെ ഇരുന്നു കൊണ്ടാണ് പോലീസുകാർ ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും ഉത്തരം പറയുന്നത്. നീ എന്തിനാ അങ്ങനെ ചെയ്തത്? അത് കാണുന്ന ഭയങ്കര രസമാണ്. ഉപദ്രവിക്കുമ്പോൾ ആ കുട്ടി കരയുന്നത് കാണാൻ ഭയങ്കര രസമാണ്. മൂക്കും വായും ഇങ്ങനെ പൊത്തിപ്പിടിക്കുമ്പോൾ ആ കുട്ടിയുടെ കണ്ണുകൾ ഇങ്ങനെ പുറത്തേക്ക് തള്ളി വന്ന് ശ്വാസം കിട്ടാതെ പിടയുന്നത് കാണുന്നത് എനിക്ക് ഭയങ്കര രസമാണ്. ഒടുവിൽ ഒരു കല്ലെടുത്തിട്ട് അതിൻ്റെ തലയിലേക്ക് ഇടിക്കുമ്പോൾ ചോര ചിതറുന്നത് കാണുന്നത് എനിക്കൊരു രസമാണ്. അപ്പോൾ എല്ലാം കൊണ്ടും രസത്തിന് വേണ്ടിയിട്ടാണ് ഇവൻ ഈ കൊലപാതകങ്ങളൊക്കെ ചെയ്തത്. കുട്ടി കൂടി ആയതുകൊണ്ട് അവനൊന്നും മറച്ചു വയ്ക്കാൻ നിന്നില്ല. ആദ്യം തൻ്റെ ഇളയമ്മയുടെ മകളെ കൊന്നതിനെക്കുറിച്ചും അവൻ പോലീസിനോട് തുറന്ന് സമ്മതിച്ചു. പിന്നീട് സ്വന്തം അനുജത്തിയെ കൊലപ്പെടുത്തിയ കാര്യവും അവൻ തുറന്ന് സമ്മതിച്ചു. പിന്നീട് ഈ പറയുന്ന ഖുഷ്ബു എന്ന് പറയുന്ന പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ കാര്യവും അവൻ തുറന്ന് സമ്മതിച്ചു. എല്ലാം അവൻ സമ്മതിച്ചു. പക്ഷേ അവൻ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു, എല്ലാം എൻ്റെ രസത്തിന് വേണ്ടിയിട്ടാണ്. അതാണ് തുടക്കത്തിലേ പറഞ്ഞത്. നമ്മളെപ്പോഴും ഈ പറയുന്ന നമ്മുടെ നാട്ടിൽ സീരിയൽ കില്ലർമാരുണ്ടാകുന്നത്, അത് ഒരേ പാറ്റേണുകൾ പിന്തുടരുന്നത്, അല്ലെങ്കിൽ ഒരേ രീതിയിൽ മുന്നോട്ട് പോകുന്നത്, അതെല്ലാം ഈ പറയുന്ന നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു സാഡിസ്റ്റിക് തോട്ട് കൊണ്ടാണ്. ഇപ്പോൾ അദ്ദേഹം ഈ പറയുന്ന അമർജിത് സദ ശിക്ഷയെല്ലാം കഴിഞ്ഞു. അവനെ ശിക്ഷിക്കാൻ ജീവപര്യന്തം കൊടുക്കാനോ ക്രൂരമായ ശിക്ഷാവിധികൾ നടക്കില്ല. 18 വയസ്സ് പൂർത്തിയാവുന്നവരെ അവനെ ജുവനൈൽ ജസ്റ്റിസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജുവനൈൽ ഹോമിൽ പാർപ്പിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതിനുശേഷം അദ്ദേഹം പുറത്തിറങ്ങി എന്നുള്ളതാണ് വിവരങ്ങൾ പുറത്തേക്ക് വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ശ്രദ്ധിക്കുക, മക്കളെ വളർത്തുമ്പോഴും അവർക്ക് വേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്തു കൊടുക്കുന്ന സമയത്ത് പോലും അവരുടെ മാനസിക വളർച്ചയെക്കുറിച്ച് എപ്പോഴും ഉത്കണ്ഠാകുലരായി എപ്പോഴും മുന്നിൽ തന്നെ ഉണ്ടാവുക.